പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ പ്രാർത്ഥിപ്പാനായി ഒന്നിച്ചുകൂടിയിരിക്കുന്നു. 2 or 3 പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ, നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈശോയെ, ഹൃദയഭാരവുമായി ഞങ്ങൾ അങ്ങയെ തേടിയണയുമ്പോൾ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഞങ്ങളും ഇതാ അങ്ങയെ തേടിയെത്തിയിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെ ഏറ്റെടുക്കണമേ. ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് കാവലായി സംരക്ഷകയായി അമ്മ എപ്പോഴും ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ. അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്കിടയിൽ വാഴണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് അമ്മ കടന്നു വരണമേ. രോഗക്കിടക്കയിലായിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ. വൈദ്യൻ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും നിരാശപ്പെടുത്തരുതേ. എല്ലാ മക്കൾക്കും സംരക്ഷകയായി കൂട്ടായി അമ്മ എപ്പോഴും കൂടെയിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളിതാ ഞങ്ങളുടെ കടബാധ്യതകളെ അങ്ങയുടെ കരുത്തിലേക്ക് സമർപ്പിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഞങ്ങൾക്ക് നൽകണമേ. ഈശോനാഥ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്യദേശങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചു പോയിട്ട് ജോലി ഒന്നും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞു പോലും ദേശം വിട്ട് അന്യദേശങ്ങളിൽ പോയി കഷ്ടപ്പെടുവാൻ അനുവദിക്കരുതേ. ആ മക്കൾക്കെല്ലാവർക്കും സഹായമായി അങ്ങ് കൂടെയിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുടുംബ സമാധാനമില്ലാതെ കലഹത്തിൽ കഴിയുന്ന ഓരോ മക്കളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ എല്ലാം ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് അവർക്ക് സന്തോഷവും സമാധാനവുമുള്ളൊരു ജീവിതം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പഠിക്കാൻ താല്പര്യമില്ലാതെ പഠിത്ത കാര്യങ്ങളിൽ ഉഴപ്പ് കാട്ടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഓരോ മക്കൾക്കും കാവലായി അമ്മ കൂടെ ഇരിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകവും ബുദ്ധിയും ഓരോ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണമേ. അമ്മേ മാതാവേ, ഈ ലോകമോക സുഖങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ. അവർക്ക് സംരക്ഷകയായി അമ്മ കൂടെ ഇരിക്കണമേ. അമ്മേ മാതാവേ, ഫോണിൻ്റെ അമിതമായ ഉപയോഗം മൂലം കുഞ്ഞുങ്ങൾ വളരെയധികം വഴിതെറ്റിപ്പോകുന്നു. ആ കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും അമ്മ കാവലായി കൂടെ നിൽക്കണമേ. നന്മയെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ ആ കുഞ്ഞുങ്ങളെ അമ്മ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മദ്യപാനികളായ മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തെറ്റായ ജീവിതം നയിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ ഓർത്ത് മാതാപിതാക്കൾ ആകുലതപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ കണ്ണുനീർ കണ്ട് അവരോട് കനിവായിരിക്കണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ ഈശോയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ. ഈശോനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങാണ് ഏക സത്യദൈവമെന്ന് ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഈശോനാഥ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അങ്ങ് ഞങ്ങൾക്കായി പണിതുയർത്തുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. അങ്ങയിലുള്ള വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ. ഈശോനാഥ, അങ്ങയുടെ കരം പിടിച്ച് ഈശോ ഞങ്ങൾക്ക് പണിയുന്ന ആ സ്വർഗീയ ഭവനത്തിലെത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അനേകം മക്കൾക്ക് നന്മ ചെയ്ത്
അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. അവരോരോരുത്തരും ചെയ്യുന്ന ജോലികളിൽ പ്രശോഭിപ്പാൻ തക്കവിധം അമ്മ അവരെ ഇടയാക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും വരുമാന മാർഗങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ മെച്ചപ്പെടുത്തണമേ. ഞങ്ങൾക്കുള്ളവയിൽ നിന്ന് മറ്റുള്ളവരെ സഹായിപ്പാനുള്ള വലിയ മനസ്സും അതിനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അമ്മ അവരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. അമ്മേ മാതാവേ, ഒരു കുഞ്ഞു പോലും ഈ ഭൂമിയിലിരുന്ന് കണ്ണീരോടെ നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. സ്വർഗീയതയെ സ്വന്തമാക്കുവാൻ ഓരോ മക്കളെയും യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ സകല കാര്യങ്ങളും ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ കണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതത്തെ ധന്യമാക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും എപ്പോഴും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കൾക്കും കാവലായി അമ്മ കൂടെ നിൽക്കണമേ. ഈശോനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ദുഃഖങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ വേദനകൾ എന്തു തന്നെയാണെങ്കിലും മൗനമായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഈ മക്കൾ അമ്മയിൽ അർപ്പിച്ചിരിക്കുന്ന അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ. അമ്മയല്ലാതെ മറ്റാരും ഈ മക്കളെ സഹായിപ്പാനില്ല. അമ്മയിലാണ് ഈ മക്കൾ ആശ്രയം വെച്ചിരിക്കുന്നത്. അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്ക് കൂടെയായി കവചമായി അമ്മ എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഇരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.